സെക്കൻഡ് ചാപ്റ്ററാണ് പറയണത് കേട്ടോ. മൊഡ്യൂൾ 2 സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. അതിൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞ സെഗ്മെൻറ്റേഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. The objective of marketing is satisfaction of customer needs. But in a market, different customers have different needs. And it is difficult to satisfy the needs of all the customers by treating them in the same manner. Buyers in a market differ in their taste, preferences, purchasing power, income, sex, geographical location, etc. Differences or dissimilarities between consumers are more compared to similarities. A firm cannot address the needs of a market with a particular marketing mix. അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമറുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ ആവശ്യങ്ങൾ പലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരേ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരേ രീതിയിൽ എല്ലാ കസ്റ്റമേഴ്സെയും നമുക്ക് എന്ത് ചെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മാർക്കറ്റിൽ തന്നെ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ടേസ്റ്റുകൾ, പ്രിഫറൻസസ്, പർച്ചേസിങ് പവർ, ഇൻകം, സെക്സ്, ജോഗ്രഫി ലൊക്കേഷൻസ്, അതിനൊക്കെ അനുസരിച്ച് വരുന്നവർ ഡിഫറെൻറ്റ് സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ ഡിഫറൻസസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്തിനേക്കാൾ വരുന്നത്? സിമിലാരിറ്റിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫേമിനെ സംബന്ധിച്ചിട്ട് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ് വെച്ചിട്ട്, അതായത് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് വെച്ചിട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അത് ആ മാർക്കറ്റിന് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. പ്രൊഡക്ട്സ് ക്യാൻ നോ ലോങ്ങർ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് വിത്തൗട്ട് കൺസിഡറിങ് കസ്റ്റമർ നീഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹെറ്ററോജീനിറ്റി ഓഫ് സച്ച് നീഡ്സ്. അപ്പോൾ പ്രൊഡക്ട്സ് നമുക്ക് അധികം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരേ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിൽപ്പന നടത്താനാണ് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മാറുകയാണ്. അവരുടെ ഹെറ്ററോജീനിറ്റി, അവരുടെ ആവശ്യങ്ങളുടെ തന്നെ വൈവിധ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്കറ്റ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. മാസ് മാർക്കറ്റിംഗ് ഈസ് നോട്ട് എ ഫീസിബിൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ ദ ഫാസ്റ്റ് ചേഞ്ചിങ് ആൻഡ് ഹൈപ്പർ കോമ്പറ്റീവ് മാർക്കറ്റ്സ് ഓഫ് ദ മോഡേൺ വേൾഡ്. മാസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല. എങ്ങനെയുള്ളത്? പെട്ടെന്ന് ചേഞ്ചസ് വരുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലായാലും ഒരു പുതിയ മാർക്കറ്റിംഗ് ആണോ ഉള്ളത്? അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് വേൾഡിൽ ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് മാസ് മാർക്കറ്റിംഗ് നടത്താനായിട്ട് ഫീസിബിൾ ആയിട്ടുള്ളതല്ല. But companies have to satisfy discriminating customers who enjoy the privilege and opportunity to choose from a multitude of products in a scenario of global market. അപ്പോൾ കമ്പനീസ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പല സ്വഭാവമുള്ള കസ്റ്റമേഴ്സിനെ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കസ്റ്റമേഴ്സിനാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് കൂടി എവിടെയുണ്ട്? മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നൊരു ആശയം ഉയർന്നു വരാനുള്ള കാരണമായിട്ട് പറയുന്നത്. കാരണം എന്താണ്? പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്കൊരു പ്രൊഡക്റ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മൾക്ക് ഒരേ ഗ്രൂപ്പാക്കി മാറ്റാം. അപ്പോൾ അതിൽ നിന്നാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ റൈസ് ചെയ്തിരിക്കുന്നത്. ഇനി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെൻഡൽ സ്മിത്ത് ഇൻ 1956. വെൻഡൽ സ്മിത്ത് 1956 ആദ്യമായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് മാർക്കറ്റിൽ ഒരു ഹെട്രോജീനിറ്റി ഉണ്ടെന്ന്, അത് കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ട്, അവർ ഡിമാൻഡ് ചെയ്യുന്ന ഗുഡ്സും സർവീസസും എന്തുപോലെ വ്യത്യസ്തമായിട്ടുള്ളതാണ് തിരിച്ചറിയണതും. അതെന്ത് തിയറിയുടെ അടിസ്ഥാനത്തിലാണ്? ഇക്കണോമിക് തിയറി ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബൈ റോബിൻസൺ. റോബിൻസൻ്റെ ഇക്കണോമിക് തിയറിയിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ നിന്നുമാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നത്? കസ്റ്റമേഴ്സിന് ഹെട്രോജീനിറ്റി, കസ്റ്റമേഴ്സിൽ തന്നെ എന്തിന് വ്യത്യസ്ത സ്വഭാവമുള്ളവരുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സ്മിത്ത് സ്റ്റേറ്റഡ് ദാറ്റ്, സ്മിത്ത് പറയണത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഇൻവോൾവ്സ് വ്യൂവിങ് എ ഹെട്രോജീനിയസ് മാർക്കറ്റ് ആസ് എ നമ്പർ ഓഫ് സ്മോളർ ഹോമോജീനിയസ് മാർക്കറ്റ്സ് ഇൻ റെസ്പോൺസ് ടു ഡിഫറിംഗ് പ്രിഫറൻസസ് ആട്രിബ്യൂട്ടബിൾ ടു ദ ഡിസയേഴ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഫോർ മോർ പ്രിസൈസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദർ വേരിയിങ് വാണ്ട്സ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെട്രോജീനിയസ് മാർക്കറ്റ് നമ്മൾ ചെറിയ ചെറിയ ഹോമോജീനിയസ് മാർക്കറ്റ്സ് ആയിട്ട് മാറ്റണം. അത് എന്തിനനുസരിച്ചിട്ട്? കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ്, അവരുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഒരേ സ്വഭാവമുള്ള മാർക്കറ്റായിട്ട് മാറ്റുകയാണ്. എന്തിനു വേണ്ടിയാണ്? കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്തുകൊണ്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെൻറ്റഡ് ഓർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഇനി മാർക്കറ്റ് നമ്മൾ ഏതൊക്കെ രീതി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏജിൻ്റെ അടിസ്ഥാനത്തിൽ, സെക്സ് മെയിൽ ഓർ ഫീമെയിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിൽ നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഫേമിനും ഇഷ്ടമുള്ളത് അഡോപ്റ്റ് ചെയ്യാം. പിന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഏറ്റവും കൂടുതൽ എസെൻഷ്യലായിട്ട് വന്നത് മാർക്കറ്റിംഗ് എഫേർട്ട് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. സെഗ്മെൻറ്റേഷൻ ഹെൽപ്സ് എ ഫേം ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് എ മാർക്കറ്റ്. പിന്നെ അതുകൂടാതെ സെഗ്മെൻറ്റേഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു മാർക്കറ്റിൻ്റെ സ്വഭാവം എന്താണ്, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് പലതരത്തിലും സെക്ഷൻസ് ഉണ്ട്, അതിൻ്റെ എല്ലാം സ്വഭാവം എന്താണ്, അവരുടെ ആവശ്യമായ മാറ്റങ്ങൾ എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യേണ്ട മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡെഫിനിഷൻസ് ആണ്, ഒരു 6 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റത്തെ ഡെഫിനിഷൻ പറയുന്നത് വെൻഡൽ സ്മിത്ത് ആണ്. അദ്ദേഹം പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഇൻവോൾവ്സ് വ്യൂവിങ് എ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ആസ് എ നമ്പർ ഓഫ് സ്മോളർ ഹോമോജീനിയസ് മാർക്കറ്റ്സ് ഇൻ റെസ്പോൺസ് ടു ഡിഫറിംഗ് പ്രിഫറൻസസ് ആട്രിബ്യൂട്ടബിൾ ടു ദ ഡിസയേഴ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഫോർ മോർ പ്രിസൈസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ വേരിയിങ് വാണ്ട്സ്. ദ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹെറ്ററോജീനിയസ് വ്യത്യസ്ത സ്വഭാവമുള്ള മാർക്കറ്റിനെ ഹോമോജീനിയസ് മാർക്കറ്റാക്കിയിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പാക്കി നമ്മൾ മാറ്റണം. നമ്മളുടെ അതിൻ്റെ ഉദ്ദേശം എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ മാറി വരുന്ന കാര്യങ്ങൾ എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. അതിനനുസരിച്ചിട്ട് ഓരോ ചെറിയ ഗ്രൂപ്പായിട്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാം. അതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയണത് വില്യം ജെ സ്റ്റാൻഡാണ്. അദ്ദേഹം പറയണത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് ദ ടോട്ടൽ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഫോർ എ പ്രൊഡക്റ്റ് ആൻഡ് ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു സെവറൽ സബ് മാർക്കറ്റ്സ് സോ സെഗ്മെൻറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് ടെൻസ് ടു ബി ഹോമോജീനിയസ് ഇൻ ഓൾ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട്സ്. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഫോർ എ പ്രൊഡക്റ്റിന് ഒരു ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എന്തായിട്ട് മാറ്റുക, ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു സെവറൽ സബ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്, ഒരു ചെറിയ ചെറിയ സബ് മാർക്കറ്റ്സ് ആയിട്ട് മാറ്റുക. എന്തിനനുസരിച്ചിട്ട്, ഹോമോജീനിയസ് ഇൻ ഓൾ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട്സ്. ആ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം എന്താ, സർവീസിൻ്റെ സ്വഭാവം എന്താ, അതനുസരിച്ച് ഹോമോജീനിയസ് ആയിട്ട് ഒരേ സ്വഭാവമുള്ളതായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പാക്കി മാറ്റുക. അതിനെയാണ് ഇതിൻ്റെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഫോർ എ പ്രൊഡക്റ്റ് ആൻഡ് ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു സെവറൽ സബ് മാർക്കറ്റ്സ് ഓർ സെഗ്മെൻറ്റ്സ്. അടുത്തത് കണ്ടിഫ് ആൻഡ് സ്റ്റില്ലാണ് പറയണത്. മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആർ ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് അക്കോർഡിംഗ് ടു സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ഇൻകം, ഏജ്, ഡിഗ്രി ഓഫ് അർബനൈസേഷൻ, റേസ് ഓർ ഐദർ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫി, ലൊക്കേഷൻ ഓർ എഡ്യൂക്കേഷൻ. മൂന്നാമത്തെ ഡെഫിനേഷൻ പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യണേ എന്തിനനുസരിച്ചിട്ട്, അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, വയസ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ഡിഗ്രി ഓഫ് അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉണ്ടായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ, റേസ് ജാതീയമായ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ, ജോഗ്രഫി ലൊക്കേഷൻ അടിസ്ഥാനത്തിൽ, എഡ്യൂക്കേഷൻ അടിസ്ഥാനത്തിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ഇത് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് R.S. ധവാറാണ് പറയണത്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഗ്രൂപ്പിംഗ് ഓഫ് ബയേഴ്സ് ഓർ സെഗ്മെൻറ്റിംഗ് ദ മാർക്കറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇതാണ് കസ്റ്റമർ ബയേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുക, അതിന് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. അടുത്ത ഫിലിപ്പ് കോട്ട്ലറാണ് പറയണത്. അദ്ദേഹം പറയണത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ദ ആക്ട് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിസ്റ്റിങ് ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ഹൂ മൈറ്റ് മെറിറ്റ് സെപ്പറേറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഓർ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാക്കി ബയേഴ്സിനെ മാറ്റണതാണ്. അതായത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിൻ്റെ ബേസിലായിരിക്കാം, മാർക്കറ്റ് മിക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ എന്ത് ചെയ്യണത്, കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്യണത്. അതിനെ എന്തെന്ന് പറയാം, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. ഇനി ലാസ്റ്റത്തെ ഡെഫിനിഷൻ പറയണത് ബിസിനസ് ഡിക്ഷണറിയാണ്. അവർ പറയണത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് സബ് ഡിവൈഡിങ് എ ലാർജ് ഹോമോജീനിയസ് മാർക്കറ്റ് ഇൻ ടു clearly identifiable segments having similar needs, wants or demand characteristics. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണത്, ഹോമോജീനിയസ് മാർക്കറ്റിനെ ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ വന്നത് എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരേ രീതിയായിരിക്കും, ഡിമാൻഡ് ഒന്ന് തന്നെയായിരിക്കും, സ്വഭാവം ഒരേ രീതിയിലുള്ളതായിരിക്കും. അത്തരത്തിൽ ഹോമോജീനിയസ് മാർക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്.
Its objective is to design a marketing mix that precisely matches the expectations of customers in the targeted segment. ടാർഗറ്റ് സെഗ്മെൻറ്റ് എന്താണോ അതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് മിക്സ് പ്രിസൈസ് ചെയ്യുക. കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിംഗ് മിക്സ് പ്രിസൈസിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ള കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ട് പറയണത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് ഉദ്ദേശമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 6 എണ്ണമാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞത് സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞ്, സെഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നുള്ള കാരണമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ എന്താണ് ഡെഫിനിഷൻസ് ആണ് കേട്ടോ.